നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവ്രിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്സാമുകൾ നമുക്ക് ഒരുപാട് വൈകാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം വൈകുന്നതിനുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എക്സാംസ് ഇത്രത്തോളം ഡിലേ ആകുന്നത് എന്നൊക്കെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊരു ഉത്തരവുമായിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, നമുക്കിപ്പോൾ ഓരോ സെമസ്റ്റർ വൈസ് ആണെങ്കിലും നമുക്ക് എക്സാംസ് ഇപ്പോൾ ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സാംസ് ഡിലേ ആകുന്നത്, അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ റീസൺ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാംസ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് നമുക്ക് മെയിനായിട്ട് നടക്കാറുള്ളത് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ്. അതായത് നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള ഇപ്പം +2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം. അപ്പം ഒരുപാട് പേരും വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൂടെ എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡേറ്റ് ആണ് മെയിനായിട്ടും വരാറുള്ളത്. അതായത് സാറ്റർഡേ സൺഡേസിലാണ് നമുക്ക് എക്സാംസ് വരാറുള്ളത്. അപ്പോൾ അവർക്കൂടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂളാണ് നമുക്ക് മെയിനായിട്ടും വരുന്നത്. പിന്നെ അത് മാത്രമല്ല UPSC PSC പോലുള്ള എക്സാമുകളൊക്കെ മെയിൻ എക്സാമുകളൊക്കെ നമുക്ക് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് അധികം നടക്കാറുള്ളത്. അപ്പോൾ ആ ഒരു എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇതിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ചിലർ PSC ഒക്കെ എഴുതുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പം ഈ ഒരു PSC പോലുള്ള എക്സാംസ് ഒക്കെ വരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു എക്സാമും കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ക്ലാഷ് ആവാറുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു എക്സാംസ് ഡിലേ ആകുന്നതും. പിന്നെ അത് മാത്രമല്ല നമുക്ക് സീറ്റ് പരിമിതി വരുന്നുണ്ട്. അപ്പം ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം ആണെങ്കിലും അതല്ല സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ആണെങ്കിലും നമുക്ക് വൈകാതെ തന്നെ നടക്കും. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങാം. പിന്നെ അത് മാത്രമല്ല 2025-26 അധ്യയന വർഷത്തിൽ നമുക്ക് 144ഓളം തസ്തികകൾ സൃഷ്ടിക്കാനുള്ള അനുമതി നമുക്ക് അതിൻ്റെതായിട്ടുള്ള അതോറിറ്റീസ് നൽകിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കാതെ തന്നെ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്ക് ഇനിയിപ്പം അടുത്ത് തന്നെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്